രാമായണ മാസം ആരംഭിച്ചു കഴിഞ്ഞു. ക്ഷേത്ര ദർശനത്തിനും ക്ഷേത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെയധികം നല്ല ഒരു സമയം എന്ന് പറയുന്നത് ഈ കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ നടത്തി വരാറുള്ള നാലമ്പല ദർശനത്തെ പറ്റിയാണ്, അതിൻ്റെ പുണ്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ ഒരേ ദിവസം ദർശിച്ച് തൊഴുന്നത് മഹാപുണ്യമായി കരുതപ്പെടുന്നു. മഹാഭാരത യുദ്ധം അവസാനിച്ചു കഴിഞ്ഞ് യാദവ വംശം നശിക്കുകയും ശ്രീകൃഷ്ണൻ സ്വർഗാരോഹിതനാവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ആരാധിച്ച് പോന്നിരുന്ന 4 ചതുർബാഹു വിഗ്രഹങ്ങൾ കടലിൽ ഒഴുകി നടക്കുന്നതായി കയ്പമംഗലത്തെ നാട്ടുപ്രമാണിയായ വാക്കേൽ കൈമൾക്ക് സ്വപ്നദർശനമുണ്ടായി. ഈ വിഗ്രഹങ്ങൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ കൈവശം എത്തിച്ചേർന്നു. ജ്യോതിഷവൃത്തിപ്രകാരം ശ്രീരാമനെ തൃപ്രയാറും, ഭരതനെ ഇരിങ്ങാലക്കുടയിലും, ലക്ഷ്മണനെ തിരുമൂഴിക്കുളത്തും, ശത്രുഘ്നനെ പായമ്മലും പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു. ഈ ക്ഷേത്രങ്ങളാണ് നാലമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാവണനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമാവതാരം കൈക്കൊള്ളുന്നത്. രാമനായിട്ട് അവതരിക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ സന്തത സഹചാരികളായ ശംഖുചക്രങ്ങൾക്കും ശയ്യയായ ആദിശേഷനും സ്വസഹോദരങ്ങളായി അവതരിക്കാൻ അവസരം നൽകി. പാഞ്ചജന്യ ശംഖാണ് ഭരതൻ, ലക്ഷ്മണൻ ആദിശേഷനാണ്. ശത്രുസംഹാരിയായ സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ് ശത്രുഘ്നൻ. 4 ദർശിക്കുമ്പോൾ വ്യത്യസ്ത ഭാവരൂപങ്ങളിലെ ഭഗവത് ദർശനം സാധ്യമാകുന്നു. രാമായണ മാസമായി ആചരിക്കുന്ന കർക്കിടകത്തിലാണ് ഈ നാലമ്പല പുണ്യയാത്ര ആരംഭിക്കുന്നത്. കർക്കിടക മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ പറ്റുമെങ്കിൽ എല്ലാവരും ഈ നാലമ്പല ദർശനം നടത്താൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള മറ്റ് വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. താങ്ക്